ഫിൻലാൻഡിലെ സ്കൂളുകളിൽ ഓരോ 45 മിനിറ്റ് കഴിയുമ്പോൾ 1/4 മണിക്കൂർ ഇടവേളയും ഈ സമയങ്ങളിൽ കുട്ടികൾ കളിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇതുവഴി കുട്ടികൾക്ക് മൊത്തം സ്കൂൾ സമയത്തിന്റെ 1/4 സമയം കളിക്കാനായി കഴിയും. 15 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ നമ്മളോ കളിക്കാനുള്ള സമയം കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടാൻ കഴിയുമെന്ന മൂഢമായ വിശ്വാസത്തിൽ. ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല മനസ്സുണ്ടാകും. നല്ല മനസ്സുള്ളവർക്ക് സമാധാനത്തോട് പഠിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്ന് ഫാറ്റി ലിവർ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഫാറ്റി ലിവറിന്റെ 30% കാണപ്പെടുന്നത് കുട്ടികളിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വ്യായാമമില്ലായ്മയാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ 86% വിദ്യാർത്ഥികളും കായികക്ഷമത തീരെയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കളങ്ങൾ നിഷേധിക്കുന്ന രക്ഷിതാക്കൾ സത്യത്തിൽ അവരെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. കളികളിൽ ഏർപ്പെടുന്ന കുട്ടികളിൽ പേശിബലം കൂടുകയും ശരീരക്കൊഴുപ്പ് കുറവുമായിരിക്കും. ഓർമ്മശക്തി, അച്ചടക്കം, കായികക്ഷമത, നേതൃപാഠവും എന്നിവ വികസിപ്പിക്കുന്നതിൽ കളിക്കളങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. വിജയത്തിന്റെ മാധുര്യത്തോടൊപ്പം തോൽവിയുടെ കയ്പുനീരും അറിയുന്നതിലൂടെ ഏതൊരു പ്രതിസന്ധിയെയും നെഞ്ചുമിരിച്ച് നേരിടാനുള്ള കരുത്താണ് കളിക്കളങ്ങൾ കുട്ടികൾക്ക് സമ്മാനിക്കുന്നത്. കുട്ടികളെ പ്ലസുകാരാക്കി മാത്രം മാറ്റാനുള്ള തത്രപ്പാടിനിടയിൽ തെറ്റായ രീതിയിലുള്ള ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയുടെ കുറവും മൂലം കുട്ടികൾ കരൾ രോഗം ബാധിച്ചവരായി മറ്റും മാറുകയാണ് ഇന്ന് ചെയ്യുന്നത്. കേരളത്തിലെ 30% കുട്ടികളും അമിതവണ്ണം കൊണ്ടുള്ള പ്രയാസം നേരിടുന്നവരാണ്. ഒരുപക്ഷെ ഇതുമൂലം ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൃദയ സംബന്ധമായ രോഗം എന്നിവ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. നമ്മുടെ കുട്ടികൾ പഠനത്തോടൊപ്പം കളിച്ചു വളരട്ടെ. പമ്പനം കറക്കിയും നീന്തി കളിച്ചും മരത്തിൽ കയറിയും ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചും നമ്മൾ ആസ്വദിച്ച കാലത്തിന്റെ മാധുര്യം അവരും അറിയട്ടെ. പഠനത്തിന്റെ നേർവിപരീതമല്ല കളിക്കളങ്ങൾ എന്നുള്ള തിരിച്ചറിവാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനായി നമുക്ക് പ്രയത്നിക്കാം. താങ്ക്